ഇന്ന് നമ്മൾക്ക് തമിഴ്നാട് സ്പെഷ്യൽ വടകറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ വടകറി എന്ന് പറഞ്ഞാൽ പൊതുവേ തമിഴ്നാട്ടിൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്. ഇതിന് മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇടിയപ്പം, ദോശ, ഇഡ്ഡലിയൊക്കെ ചേർന്നിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഹോട്ടലിലെല്ലാം പോയാൽ അതിൻ്റെ മെയിൻ മെനുവിൽ തന്നെ ഉള്ളൊരു ഐറ്റമാണ് വടകറി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഈ കറിയിലേക്ക് വേണ്ട വട റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 കറിവേപ്പില, ഇത്രയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കാൻ പാടില്ല. കുറച്ചൊരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടായിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒരു മീഡിയം ചൂടിൽ വന്നതിന് ശേഷം നമുക്ക് വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വട ഇടുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വട പോലെ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ പോലെ ഉതിർത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വട പോലെ തട്ടിയെടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിച്ചിട്ട് വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഉതിർത്ത് ചേർക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കറിയിലേക്ക് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഓയിലൊന്ന് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമില്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ മാവ് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ അട ചുട്ടെടുക്കൂലേ പാനിൽ, അതുപോലെ അട ചുട്ടെടുത്തിട്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടും വേണമെങ്കിൽ കറിയിലേക്ക് അതുപോലെയും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മൊരിഞ്ഞു പോകുന്ന വിധത്തിലും ചെയ്യണ്ട. നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് തന്നെ ഓയിലിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് കളറെല്ലാം മാറിയിട്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് ഒരുപാട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കളറിലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാം. അടുത്തത് ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ്, പെരിഞ്ജീരകം, ഏലക്കായ, തക്കോലം, പട്ട, ഗ്രാമ്പു, കൽപ്പാസി ഇത്രയാണ് ചേർക്കുന്നത്. കുറച്ച് അളവ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ എല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ചേർക്കുന്നുണ്ട്. 6 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഇത് രണ്ടുമാണ് ചേർക്കുന്നത്. രണ്ടും ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വിധത്തിൽ തന്നെ എടുക്കണം. അപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുമല്ലോ. അടുത്തത് ഇതിലേക്ക് ഒരു സവാള ചേർക്കുന്നുണ്ട്. ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ലൈറ്റായിട്ടൊരു കളറ് മാറുന്ന വിധത്തിലാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. ഈ പൊടികൾക്കൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ആ പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടുന്ന വിധത്തിൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിൻ്റെ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി ചേർക്കണം എന്ന് നിർബന്ധമില്ല. തക്കാളി ചേർക്കാണ്ടും ഈ ഒരു കറി ഉണ്ടാക്കും. വേണമെങ്കിൽ മാത്രം ഈ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് വേവിപ്പിക്കണം.
ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടാവും. അടുത്തത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. 1 കപ്പ് മീഡിയം കട്ടിയിലെ തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങേൻ്റെ പേസ്റ്റ് ചേർത്താലും മതി. നമ്മൾ തേങ്ങ സാധാരണ അരച്ചിട്ട് അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലും തേങ്ങ അരച്ചതൊന്നും ഇഷ്ടമില്ലെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയാൽ മതി. പ്ലെയിനായിട്ടും ഈ കറി ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ചെയ്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ പുതിന ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിപ്പിക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഈ വടയിലേക്ക് ഈ വെള്ളമെല്ലാം നന്നായിട്ട് വലിച്ച് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഞാനിതുപോലെ മൂടി വെച്ച് ഒന്ന് വേവിപ്പിക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം എടുത്ത് ഫ്ലെയിം ഓഫാക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഒന്ന് ചൂട് തണുക്കുമ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടെ കട്ടിയായി വരും. അപ്പോൾ ഈ സമയം ഈ ഒരു ലൂസിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും നമ്മളിത് കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം ചൂടെല്ലാം തണുത്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു വ്യത്യാസമായിട്ട് തോന്നും. നമ്മൾ വടേനെ കൊണ്ടുള്ള കറിയാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം തോന്നും. പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സെറ്റ് ദോശയെല്ലാം കിട്ടില്ലേ, സെറ്റ് ദോശ അതുപോലെ ഇടിയപ്പം, ഇഡ്ഡലി, അതിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്